അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തൗബയുടെ പൂർണ്ണ രൂപമാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വിശുദ്ധമായ റമദാനിൽ തൗബ ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാം. തൗബയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാതിരാത്രി മനസ്സറിഞ്ഞ് കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അസ്തഗ്ഫിറുല്ലാഹൽ അലിയുൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലിയുൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലിയുൽ അലീം. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷങ്ങളെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷങ്ങളെ തൊട്ടും മറച്ചു ചെയ്ത ദോഷങ്ങളെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷങ്ങളെ തൊട്ടും എല്ലാ വൻദോഷങ്ങളെ തൊട്ടും എല്ലാ ചെറുദോഷങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് പേടിച്ച് ഖേദിച്ച് മടങ്ങുന്നു തമ്പുരാനെ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ശരീരത്തോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റമേറ്റം ചെയ്തു നടന്ന ചീത്ത അടിയാറുകളാവുന്നു. ഇപ്പോൾ നിന്റെ റഹ്മത്തെന്ന തൗബ എന്ന വാതിൽക്കൽ ഞങ്ങളെല്ലാവരും ഖേദിച്ചു മടങ്ങി വന്നിരിക്കുന്നു തമ്പുരാനെ. ഇനി ഒരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരും കൽബ് കൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ. നീ ഞങ്ങളുടെ ദോഷത്തിനെ പുറത്തു തൗബയെ കബൂൽ ചെയ്യണം തമ്പുരാനെ. നിന്റെ കൃപ കൊണ്ടും നിന്റെ ജഹനം എന്ന നരകത്തിനെ തൊട്ടും ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ. നീ ഞങ്ങൾക്കെല്ലാവർക്കും ഈ തൗബയും നേർവഴിയും ദീനുൽ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ട് ഞങ്ങളുടെ കൽവിനെ തട്ടിത്തെറിപ്പിച്ച് നിന്റെ ശത്രുവായ ശൈത്താൻ ഇബ്ലീസിന്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും നീ ഞങ്ങളെ ആക്കിക്കളയല്ല തമ്പുരാനെ. നീ നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തിനെയും ബർക്കത്തിനെയും ഞങ്ങളെല്ലാവരെയും എത്തിച്ചു തരണം തമ്പുരാനെ. നീ ഞങ്ങളെ എല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിച്ച് ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറ കൊള്ളയാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട 7 കിതാബിനെ നീ ഞങ്ങളിൽ എല്ലാവരുടെയും വലം കയ്യിൽ തരുവിപ്പിച്ച് നിന്റെ ആലത്തിന് കാരണമാക്കപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ അകം കടത്തി നിന്റെ ലിഖാഹിനെയും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തിനെയും ഞങ്ങളുടെ 2 കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സ്നേഹിതന്മാർ, മറ്റെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. സ്വാലിഹായ സന്താനങ്ങളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരോട് കരുണ കാണിക്കണം റബ്ബേ. ഞങ്ങളുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണം തമ്പുരാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കി തരണം അല്ലാഹ്. ആമീൻ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണം റബ്ബേ. ഞങ്ങളെ അഹങ്കാരിയാക്കരുത് റബ്ബേ. ഞങ്ങളെ പലിശ കൊടുക്കുന്നവരും വാങ്ങുന്നവരും അതിന് സാഹചര്യം കൊടുക്കുന്നവരും ആയവരുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ നാഥ. പലിശ എന്നതിന്റെ ചെറിയ രൂപത്തിലുള്ള കുറ്റം തന്നെ അത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നത് പോലെയാണ് എന്ന് ഞങ്ങളുടെ മുത്തു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ പലിശയിൽ നിന്ന് രക്ഷിക്കണം നാഥ. അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ തെറ്റുകളും പുറത്തു തരണമല്ല. ഞങ്ങൾക്ക് ഹലാലായ സമ്പത്ത് മാത്രം പ്രദാനം ചെയ്യണം നാഥ. ഹറാമായ ധനം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബേ, മാരകമായ അസുഖത്തിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും കാക്കണം നാഥ. ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യത്തോടെയും ഈമാനോടെയും സന്തോഷവും സമാധാനവും റഹ്മത്തും ബർക്കത്തും ഉള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം റബ്ബേ. മാരകമായ അസുഖങ്ങളെ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ. മരിക്കുന്ന സമയത്ത് നിന്റെ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണം റബ്ബേ. ഞങ്ങളുടെ ഖബർ വിശാലമാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ ഖബർ സ്വർഗം പൂന്തോപ്പാക്കണം അല്ലാഹ്. ജീവിതത്തിലും മരണസമയത്തും റസൂൽ തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം തരണം നാഥ. ഈമാനോട് കൂടി മരിക്കുവാനും തൗഫീഖ് നൽകണം റബ്ബേ. എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണം അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഖൈറായ ജീവിതം പ്രദാനം ചെയ്യണം റബ്ബേ.
ഞങ്ങളുടെ മക്കളെ നല്ല സ്വാലിഹായ മക്കളാക്കണമല്ല. ദുനിയാവിനെയും ആഖിറത്തിലേക്കും ഉപകരിക്കുന്ന ജ്ഞാനം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും പ്രദാനം ചെയ്യണം നാഥ. എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും സഫലീകരിച്ചു നൽകണം റബ്ബേ. നരകത്തെ തൊട്ട് കാക്കണമല്ല. ജന്നാത്തുൽ ഫിർദൗസ് തരണം റബ്ബേ. അറിഞ്ഞും അറിയാതെയുമുള്ള മാരകമായ അസുഖങ്ങളെ തൊട്ട് നീ കാക്കണം തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ട് വിഷമിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ എല്ലാം ശിഫയാക്കി കൊടുക്കണം റബ്ബേ. നമ്മുടെ കുടുംബത്തിൽ പലരും ഇന്ന് നമ്മോട് കൂടെയില്ല റബ്ബേ. അവരുടെ കബറുടെ വിശാലമാക്കി കൊടുക്കണമല്ല. സന്താനമില്ലാത്തവർക്ക് നല്ല സ്വാലിഹായ സന്താനം പ്രദാനം ചെയ്യണം നാഥ. നമ്മുടെ എല്ലാവരുടെയും ജോലിയിലും ബിസിനസ്സിലും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണം നാഥ. നമ്മുടെ കുടുംബത്തിൽ മാരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവർക്കെല്ലാം ശിഫയാക്കി കൊടുക്കണം റബ്ബേ. കുടുംബത്തിൽ പരസ്പരം സ്നേഹവും സൗഹൃദവും നൽകുകയും നിലനിർത്തുകയും ചെയ്യണം റബ്ബേ. മരിക്കുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തത്തോടെ മരിപ്പിക്കണം റബ്ബേ. ഞങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുകയും അസൂയ മുതലായ കാര്യങ്ങൾ എടുത്തു കളയണം റബ്ബേ. ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം എന്നും നിലനിൽക്കണം റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തെയും സന്താനങ്ങളെയും തലമുറകളെയും നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണം റബ്ബേ. ഇതുവരെ ചെയ്ത ദോഷങ്ങളെ തൊട്ട് നീ പുറത്തു തരണം റബ്ബേ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ കാക്കണം റബ്ബേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നൽകണം റബ്ബേ. റസൂലിന്റെ പേരിൽ എല്ലാ ദിവസവും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറഞ്ഞത് 100 സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് പ്രദാനം ചെയ്യണേ റബ്ബേ. ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു കബൂലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ വരുന്നേക്കും. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.